നമസ്കാരം. ഇക്കുറി തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം DMK, AIADMK മുന്നണികളെ ഒരുമിച്ചാണ് ഞെട്ടിച്ചത്. തമിഴ്നാട്ടിൽ വിജയുടെ TVKയാണ് തെരഞ്ഞെടുപ്പിൽ വൻ മുന്നേറ്റം കാഴ്ചവെച്ചത്. TVKയുടെ മുന്നേറ്റത്തിൽ തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ അടക്കമുള്ളവർ വരെ സ്വന്തം മണ്ഡലങ്ങളിൽ തോറ്റ് തുന്നമ്പാടി. 108 സീറ്റുകൾ നേടി തമിഴ്നാട്ടിൽ ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായാണ് TVK അധികാരത്തിലെത്തിയത്. TVK അധികാരത്തിലെത്തിയപ്പോൾ DMK, AIADMK മുന്നണികൾ ഒരുമിച്ച് ചേർന്ന് അധികാരം പിടിക്കാൻ ശ്രമിക്കുമെന്ന് വാർത്തകളുണ്ടായിരുന്നു. തെരഞ്ഞെടുപ്പിൽ DMK 59 സീറ്റുകളിലേക്കും AIADMK 47 സീറ്റുകളിലേക്കുമായാണ് ചുരുങ്ങിയത്. ഇന്ത്യ മുന്നണി ആകെ 73 സീറ്റുകളാണ് നേടിയത്. ഇവർ AIADMKയുമായി യോജിച്ചാൽ TVKയെ അധികാരത്തിൽ നിന്ന് പുറന്തള്ളാമായിരുന്നു. ഈ നീക്കങ്ങളും തെരഞ്ഞെടുപ്പിന് ശേഷം ശക്തവുമായിരുന്നു. എന്നാൽ ഈ വാർത്തകൾക്ക് അന്ന് സ്ഥിരീകരണമുണ്ടായില്ല. എന്നാൽ AIADMK, DMK മുന്നണികൾ ചേർന്ന് തമിഴ്നാട് ഭരിക്കുമെന്ന വാർത്തകൾ തള്ളിക്കളയുകയാണ് AIADMK ജനറൽ സെക്രട്ടറി എടപ്പാടി K പളനിസ്വാമി. 1972 DMKയുടെ നയങ്ങളോടുള്ള ശക്തമായ എതിർപ്പിലാണ് AIADMK രൂപീകരിക്കപ്പെട്ടത്. അതിനാൽ ഇത്തരമൊരു സത്യം ചിന്തിക്കാൻ പോലും കഴിയില്ലെന്ന് അദ്ദേഹം വ്യക്തമാക്കി. തമിഴ്നാട്ടിൽ തങ്ങളുടെ പ്രധാന രാഷ്ട്രീയ എതിരാളി DMK മാത്രമാണെന്ന് പളനിസ്വാമി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. അദ്ദേഹത്തിന്റെ പ്രതികരണം കാണാം. அப்படின்னு ஒரு கட்டுக்கதையை கட்டி விட்டுருக்குறாங்க. அதாவது எங்களை பொறுத்த வரைக்கும் அனைத்து இந்திய அண்ணா திராவிட முன்னேற்ற கழகத்தை பொறுத்த வரைக்கும் நாங்கள் சொல்லிக்கிட்ட கருத்து தான் எங்களுடைய கருத்து. மற்றவருடைய கருத்தெல்லாம் இணைக்கக்கூடாது. புரிஞ்சுக்கிட்டீங்களா? ஒவ்வொருவருக்கும் ஒரு கருத்து இருக்குது. எங்களை பொறுத்த வரைக்கும் அனைத்து இந்திய அண்ணா திராவிட முன்னேற்ற கழகத்தை பொறுத்து உங்களுக்கு தெரியும். பொன்மனச்சம்பல் புரட்சித் தலைவர் MGR இந்த இயக்கத்தை துவங்கின்ற பொழுது தீய சக்தி திமுக என்று சொல்லி தான் தொடங்கினாங்க. அந்த நிலைப்பாட்டில் இன்ற வரைக்கும் இருக்கிறோம். 195 இடத்துல நான் எழுச்சி பயணம் மேற்கொண்டேன். அப்போவும் திராவிட முன்னேற்ற கழகத்தில் செய்த தவறுகளை தான் சுட்டிக்காட்டினேன். 5 ஆண்டு காலம் பிரதான எதிர்க்கட்சி தலைவராக இருந்தேன். அப்பொழுது சட்டமன்றத்தில் பேசுகின்ற பொழுதும் அந்த கருத்தின் அடிப்படையில் தான் திராவிட முன்னேற்ற கழகம் செய்த தவறுகள் அதை சுட்டிக்காட்டி தான் நாங்கள் பேசினோம். இன்றைக்கும் அந்த நிலை. ஏங்க வெளியேற